ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നാളത്തെ പ്രൊമോയിൽ കാണിക്കണത് അമ്പാടി വന്നിട്ട് അർജുൻ അഞ്ജലിനെ എത്രമാത്രം പ്രണയിക്കുന്നുണ്ട്. അർജുൻ അഞ്ജലിക്ക് വേണ്ടി കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് എണ്ണി എണ്ണി പറയാട്ടോ. പക്ഷെ ഇതൊന്നും കേട്ട് ഒരു കുലുക്കും ഇല്ലാതിരിക്കുകയാണ് ശിവരാമൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഒരു നോട്ടത്തിൽ അഞ്ജലി എന്ന് പറഞ്ഞത് ഒരു അടഞ്ഞ അധ്യായമാണ്. ഇനി അവളെക്കുറിച്ച് ഒന്നും പറയാനോ അവളെക്കുറിച്ച് സംസാരിക്കാനോ ആരും ഇവിടേക്ക് വരണ്ട, ആരും എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ് ശിവരാമൻ. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്യാമളക്ക് വല്ലാത്ത വിഷമാവുന്നുണ്ട്. ആര്യക്കും അങ്ങനെ തന്നെ. ശേഷം അമ്പാടി പറയണ്ട്, എനിക്ക് നിങ്ങൾക്ക് ഒന്നും പറയാനില്ല. കാരണം അഞ്ജലി ഒരു തെറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജനറേഷൻ ഗ്യാപ്പാണ്. നിങ്ങൾ അഞ്ജലിനെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇത്രയും നാൾ നിങ്ങൾ വളർത്തിയത് നിങ്ങളുടെ സ്വന്തം മകളല്ലേ അഞ്ജലി. അവൾ അങ്ങനത്തെ ഒരു തെറ്റ് നിങ്ങളോട് പറയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലൊരു കാരണം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. ഓ, വല്ലാത്തൊരു അച്ഛനും അമ്മയും തന്നെ. എന്തൊക്കെ പറഞ്ഞാലും പഠിപ്പുണ്ട് വിവരമുണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അച്ഛനന്മാരെ എപ്പോഴും പഴയ അച്ഛനമ്മമാർ തന്നെ, പഴഞ്ചൻ തന്നെ. മക്കൾ അവസാനം എന്തിനോ തീരുമ്പോൾ ചെറുതായിട്ടൊരു തെറ്റായിട്ടൊരു തീരുമാനം എടുത്ത് അപ്പം അവരോട് തള്ളിക്കളയുക. നന്നായി. ഇനി നാളൊരു സമയത്ത് അഞ്ജലിക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ അയ്യോ അയ്യോ നിന്റെ മോളിൽ നേരത്തെ പറഞ്ഞെങ്കിൽ അവളെ രക്ഷപ്പെടുത്തായിരുന്നേ എന്ന് പറഞ്ഞ് തലക്കടിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അമ്പാടി അവിടെ നിന്ന് പോവാണ് ചെയ്യണേ കേട്ടോ. അപ്പൊ ആര്യ ശ്യാമളടുത്ത് പറഞ്ഞ്, ആ ചേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അല്ലെങ്കിലും അഞ്ജലി എന്ത് തെറ്റാ ചെയ്തത്? അവളും പിന്നെ മരിക്കണമായിരുന്നോ? മരിച്ചെങ്കിൽ നിങ്ങളുടെ ഈ ഇത് വിഷമവും കാര്യങ്ങളൊക്കെ മാറുമായിരുന്നോ? ഒന്നും പറയുന്നില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് ആര്യയും അകത്തേക്ക് പോവാണ്. ശ്യാമളക്ക് വല്ലാത്ത വിഷമമുണ്ട്. ഈശ്വര, എന്റെ ഹനുമാൻ സ്വാമി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ? പാവം എൻ്റെ മോള് ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. അവിടെ എൻ്റെ മോളുടെ ഏത് അവസ്ഥയിലാണോ എന്തോ. ഇനി എൻ്റെ മോളെ എവിടേക്കാണ് അവർ ഇറക്കി വിട്ടത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എൻ്റെ ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്യാമള കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശിവരാമൻ റൂമിലിരുന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ ശ്യാമള പറയുന്നുണ്ട്, അല്ല ആ പയ്യൻ ഇവിടെ ഒന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾ എന്തൊരു പൊട്ടിത്തെറിയായിരുന്നു, എന്തൊരു വഴക്കായിരുന്നു ആ പയ്യനെ. നമ്മുടെ മോളെ കുറിച്ചല്ലേ പറയാൻ വേണ്ടി വന്നത്, എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കണത്? ശ്യാമളെ, എനിക്ക് അവളെ കുറിച്ചൊന്നും കേൾക്കണ്ട. അത് കൊള്ളാം. അപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ തന്നെയല്ലേ അഞ്ജലിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ പോയത്? അതെ, അത് ശരിയാ. പക്ഷെ അവള് വിവാഹം കഴിച്ചത് ആ രാഘവനുണ്ണിയുടെ മകനെയാണെന്ന് അറിഞ്ഞപ്പോ എൻ്റെ മനസ്സിലെല്ലാ പ്രതീക്ഷയും പോയി. ഇനി അവൾക്ക് സംഭവിക്കുന്നത് അവളുടെ തലയിലെടുത്ത് അവളുടെ വിധി എന്ന് പറഞ്ഞിട്ട് ശിവരാമനും ആ സംസാരങ്ങൾ നിർത്താണ്. പിന്നീട് കാണിക്കുന്ന അനുപമേനെയാണ്. അനുപമ പിന്നീട് കുറുപ്പിനോട് സംസാരിക്കുന്നുണ്ട്. കുറുപ്പിനോട് പറയണ്ട അങ്കിളെ, അങ്കിൾ ഒന്നും കൊണ്ട് ടെൻഷൻ ആവണ്ട. ഞാൻ കാവ്യടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്കിള് ഇനി അവളെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. അവള് നല്ല മിടുക്കി കുട്ടിയായിട്ട് ഈ വീട്ടിൽ തന്നെ കഴിയും. അല്ല, നീ എന്ത് മരുന്നടി പെൺകൊച്ച് അവക്ക് കൊടുത്തത്? അതൊന്നും അങ്കിൾ അറിയണ്ട. അവൾ എന്തെങ്കിലും കാര്യം അങ്കിളത്ത് പറയുകയാണെങ്കിൽ അത് സാധിച്ച് കൊടുക്കാൻ വേണ്ടി നോക്കുക. അല്ലാതെ അതിലിനി കൂടുതലൊന്നും പറയാനൊന്നുമില്ല അങ്കിളെ. അവള് പാവമാണ്. കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട രീതി മനസ്സിലാക്കിയാൽ മാത്രം മതി. പിന്നെ അങ്കിളിന് ഞാനൊരു വാക്ക് തരാണ്. നമ്മുടെ രണ്ടുപേരും പൊതുശത്രു ആണല്ലോ അഡ്വക്കേറ്റ് അഞ്ജലി. അവളെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അവളെ പറഞ്ഞയക്കണം ഈ ഭൂലോകത്ത് നിന്ന് തന്നെ. നീ എന്താ പറഞ്ഞു വരുന്നത്? അതെ, അത് തന്നെയാ, അവളില്ലാതാവണം. അല്ല, അതിന് നമ്മൾ ഒരുപാട് ശ്രമിച്ചാണല്ലോ, പക്ഷെ എല്ലാം പാളിച്ചായി പോയില്ലേ? അതെ, അതെന്തുകൊണ്ടാ? അവൾ അവളുടെ വീട്ടിലായിരുന്നു അല്ലേ? പക്ഷെ അവളിപ്പോ എവിടെയാണ്? ശംഖുചക്രത്തിൽ. നമുക്ക് സുഖമായിട്ട് അവൾ ഇല്ലാതാക്കാൻ സാധിക്കും. ആരും അന്വേഷിച്ചു വരാനും പോകുന്നില്ല. ഞാൻ അറിഞ്ഞത് അവളുടെ അച്ഛനും അമ്മയും അവളെ ഉപേക്ഷിച്ചെന്നാണ്. അതുകൊണ്ട് അവൾക്ക് എന്ത് സംഭവിച്ചാലും ആരും അന്വേഷിച്ചു വരില്ല. അങ്കിളെ, ഈ കാര്യത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ടിരിക്കണം. അഞ്ജലിനെ ഇല്ലാതാക്കാൻ നമ്മൾ രണ്ടുപേരും ഒരുപോലെ പരിശ്രമിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. ശരിയുടെ പെണ്ണെ, ദേ ഞാനും നിന്റെ കൂടെയുണ്ട്. ശരി അങ്കിളെ, ഞാനും അങ്കിളുടെ കൂടെ. എന്തൊക്കെ സംഭവിച്ചാലും അഡ്വക്കേറ്റ് അഞ്ജലി എന്ന് പറഞ്ഞ അധ്യായം നമ്മൾ ഉടനെ തന്നെ തീർക്കുന്നതായിരിക്കും. അതെ, ശരി അങ്കിളെ, എന്നാ പോട്ടെ ഞാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനുപമ അവിടുന്ന് പോവാണ്. അനുപമ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ കുറിപ്പ് മനസ്സ് വിചാരിക്കാണ്, ഭയങ്കര സാധനം തന്നെ. സ്വന്തം അനിയത്തിനെ കൊല്ലാൻ നോക്കണത്. വല്ലാത്ത ജന്മം. സ്വന്തം അനിയത്തിനെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഇവളെ വിശ്വസിക്കണമെന്നാ? അത് എൻ്റെ മകളുടെ ജീവിതം വെച്ച് കളിച്ചുകൊണ്ട് ഒരിക്കലുമില്ല. അവൾ എന്തെങ്കിലും ചെയ്യട്ടെ, അഞ്ജലിനെ കൊല്ലുകയോ ജീവനോടെ വെക്കുകയോ നിർത്തി പരിപ്പയ്ക്കോ എന്ത് വേണം ചെയ്തോട്ടെ, പക്ഷെ ഇവളെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറിപ്പ് അകത്ത് കയറി പോവാണ്. ശേഷം അഞ്ജലിയുടെ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ, കുഞ്ഞപ്പനും നമ്മുടെ മധുവും, ആ ഒരു ഗ്യാങ്, ആ ഒരു 5-6 പേരും കൂടി ചേർന്ന് നമ്മുടെ അഞ്ജലിനെ കാണാൻ വേണ്ടി ശംഖുചക്രത്തിലേക്ക് വരുവാട്ടോ. ആ സമയത്ത് ഇവരെല്ലാരും കൂടി വരുമ്പോഴേക്കും
രാഘവനുണ്ണിയാണ് പുറത്ത് നിൽക്കുന്നത് കേട്ടോ. രാഘവൻ ചോദിക്കണ്ടേ, എന്താണ് നിങ്ങൾ ഓട്ടോക്കാരെല്ലാരും കൂടി ഇങ്ങോട്ടേക്ക് കയറി വന്നേക്കണത്? എന്താണ് പെൺപിള്ളേരെ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? നിങ്ങളൊക്കെ ആരാന്ന് ചോദിക്കുമ്പോ, ഞങ്ങളൊക്കെ രാജാജി നഗർ കോളനിയിലെ പിള്ളേരാ. ഓ, മനസ്സിലായി മനസ്സിലായി, വലിയ ഫേമസ് കോളനി ആണല്ലോ. അല്ല, നിങ്ങൾ എന്തിനാ ഇവിടെ ഇപ്പൊ വന്നത്? ഞങ്ങൾ അഞ്ജലിനെ കാണാൻ വേണ്ടി വന്നതാ. അഞ്ജലിയോ? ഏത് അഞ്ജലി? അഡ്വക്കേറ്റ് അഞ്ജലി, ശിവരാമകൃഷ്ണന്റെ മകൾ. ഓ, ഓക്കെ ഓക്കെ, ഐ സി. ശരിയാ നിങ്ങൾ പറഞ്ഞത്, അഡ്വക്കേറ്റ് അഞ്ജലി, ശിവരാമകൃഷ്ണന്റെ മകൾ. അവളെ അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ അവൾ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ അവള് ശിവരാമകൃഷ്ണന്റെ മകൾ അഞ്ജലി അല്ല. അവൾ ഈ ശംഖുചക്രത്തിലെ അഡ്വക്കേറ്റ് രാഘവനുടെ മകൻ അർജുന്റെ വെറും ഭാര്യ. അഞ്ജലി വെറും അഞ്ജലി, അഡ്വക്കേറ്റ് അഞ്ജലി അല്ല, വെറും വീട്ടുജോലിക്കാരി അഞ്ജലി, വീട് പണിയൊക്കെ എടുക്കണ വെറും അഞ്ജലി. നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ വിളിക്കാം. അഞ്ജലി, എടി അഞ്ജലി, ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് വിളിക്കാണ്. അഞ്ജലി വേഗം തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അഞ്ജലി ആ ഒരു രൂപവും ഭാവമൊക്കെ കാണുമ്പോൾ അഞ്ജലിയുടെ കൂട്ടുകാർക്കൊക്കെ വിഷമമാട്ടോ. അഞ്ജലി അടുത്ത് രാഘവനുണ്ടെ പറഞ്ഞിട്ട്, കണ്ടില്ലേ നിന്റെ കൂട്ടുകാർ വന്നിരിക്കുക നിന്നെ കാണാനായിട്ട്. ഇവരെ അകത്ത് കയറി ക്ഷണിക്കൊന്നും വേണ്ട, വല്ല ജ്യൂസോ വെള്ളമോ എന്തിനും കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുത്തിട്ട് പറഞ്ഞയക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടേക്ക് അനുപമ വരുന്നുണ്ട്. ആഹാ, ഇതെല്ലാവരും ഉണ്ടല്ലോ, രാജാജി നഗർ മുഴുവൻ ഉണ്ടല്ലോ. എന്തിനാകളെ ഇവർത്തൊക്കെ സംസാരിക്കുന്നത്? വെറുതെ ലോ ക്ലാസ്സാ. ഇത് കേട്ട് കുഞ്ഞപ്പൻ പറയണ്ട്, അതെ, ഞങ്ങളുടെ രാജാജി നഗർ തന്നെയാണ് ഈ പറഞ്ഞ ഈ ചേച്ചി ജനിച്ചു വളർന്നത്. ഇപ്പൊ കെട്ടിപ്പോയിട്ട് 1.5 വർഷമായിട്ടുള്ളൂ. അപ്പോ ചേച്ചി ലോ ക്ലാസ് തന്നെയാണ്. ഹോ, മിണ്ടാതിരിടക്കടെ കുഞ്ഞപ്പ. ഹം, ഭക്ഷണം കഴിക്കാൻ വകയില്ലെങ്കിലും നാവിന് ഒരു ബ്രേക്കും ഇല്ല, ഒരു ബെല്ലും ഇല്ല. ഇറങ്ങി പോവാൻ പറ അങ്കിളെ. ഓ, ലോ ക്ലാസ് ആൾക്കാരൊക്കെ ഇവിടെ ഒന്ന് നെരുകുക. പോടി വിടുന്ന്, എല്ലാം പൊയ്ക്ക് വിടുന്ന് എന്ന് പറഞ്ഞിട്ട് അവരെ ആട്ടി പറഞ്ഞേക്കാം. ശരി അഞ്ജലി, ഞങ്ങൾ ഇവിടുന്ന് പോവാ അഞ്ജലി. ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ല അഞ്ജലി, വല്ലാത്ത വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ട് മധുവും കുഞ്ഞപ്പനും എല്ലാരും കൂടി വിഷമിച്ച് അവിടെ നിന്ന് പോവാട്ടോ. അഞ്ജലിക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാ. കാരണം ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവിടെ രാഘവന്റെ ഭരണമാണ്, അയാളുടെ വീടാണ്, കാര്യങ്ങളാണ്. അതുകൊണ്ട് അഞ്ജലിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അഞ്ജലി ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് അകത്ത് കയറി പോവാണ് ചെയ്യുന്നത്. ശേഷം അമ്പാടിനെ കാണാൻ വേണ്ടി നമ്മുടെ അർജുൻ അമ്പാടിയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അമ്പാടി അർജുനോട് നടന്ന സംഭവങ്ങളൊക്കെ പറയണ്ടേ. ഞാൻ നിന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നപ്പോ നിന്റെ ഏടത്തിയമ്മ മുൻപിലുണ്ടായിരുന്നു, അനുപമ. അവരെന്നോട് പറഞ്ഞത് അഞ്ജലിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അഞ്ജലി ഏതോ റെയിൽവേ ട്രാക്കിൽ പോയിട്ട് ചത്തിട്ടുണ്ടാകും. അർജുന ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവളുടെ ശവത്തിന് കാവല് നിൽക്കുന്നുണ്ടാകും എന്നൊക്കെയാണ് ആ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞത്. അത് കേട്ട് എനിക്ക് വല്ലാതെ ഷോക്കായി. നിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അഞ്ജലിനെ അവിടെ കണ്ടതുമില്ല ഞാൻ. അപ്പൊ എനിക്ക് ടെൻഷനായിട്ട് നേരെ അഞ്ജലിയുടെ വീട്ടിൽ പോയപ്പോൾ അവർക്കാണെങ്കിൽ അഞ്ജലിനെ വേണ്ട, അഞ്ജലിനെ ആവശ്യമില്ല. അഞ്ജലി എവിടെ പോയി അടങ്ങിയാലും അവർക്കൊരു പ്രശ്നമില്ലെന്നാ പറഞ്ഞത്. എടാ, നിന്റെ വീട്ടിൽ എന്തായാലും അഞ്ജലി ഇല്ല, അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ട് അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. നീ അല്ലാണ്ട് ആരെങ്കിലും അവളെ ഒറ്റക്കാക്കി അവിടെ നിന്ന് പോവോടാ. പ്രത്യേകിച്ച് നിന്റെ അച്ഛന് മാത്രമുള്ള സമയത്ത് ബാക്കി നിങ്ങളുടെ വീട്ടിലെ പെൺപടയൊക്കെ അമ്പലത്തിൽ പോയിരിക്കുക അഞ്ജലിനെ ഒറ്റക്കാക്കിയിട്ട്. ഹോ, എടാ, ആ പെൺകുട്ടിനെ ഒരിക്കലും ഒറ്റക്കാക്കലടാ. ഇനി അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് ആർക്കറിയാം. നീ ആദ്യം വീട്ടിൽ പോ, എന്നിട്ട് അഞ്ജലി അവിടെ ഉണ്ടോ നോക്കി. ഇല്ലാന്നുണ്ടെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് പോയി, നമുക്ക് എവിടെയെങ്കിലും പോയി അഞ്ജലിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം എന്നൊക്കെ അമ്പാടി പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അർജുന് വരാക്കെ ടെൻഷൻ ആവാട്ടോ. അർജുൻ വേഗം തന്നെ അഞ്ജലിനെ അന്വേഷിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അഞ്ജലി അവിടെ വിഷമിച്ചിരിക്കുകയായിരിക്കും. അഞ്ജലിയുടെ കൂട്ടുകാരെ അപമാനിച്ച് ഇറക്കി വിട്ടില്ലേ, അതിന്റെയൊക്കെ വിഷമമാണ് അഞ്ജലി കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കുറെ ഭാഗങ്ങൾ നമുക്ക് പ്രൊമോയിൽ കാണാൻ വേണ്ടി സാധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.